മോൾക്ക് വയ്യാന്നറിഞ്ഞപ്പോ തന്നെ പൊക്കി എടുത്തോണ്ട് പോയത് കണ്ടില്ലേ? ഹരിയുടെ മനസ്സില് ഇങ്ങനെ ഒരു സ്നേഹത്തിന്റെ തരി കിടപ്പുണ്ടെന്ന് ഞാൻ ഒട്ടും അറിഞ്ഞില്ല മോളെ. പുറത്ത് കടുപ്പം കാണിക്കുന്ന പലരുടെയും മനസ്സ് ഇതുപോലെ ആയിരിക്കും അച്ഛൻ. ചേച്ചിക്ക് എത്രയും വേഗം ഭേദമായാ മതിയായിരുന്നു. ഭേദമാകും മോളെ. സുരക്ഷിതമായ കൈകളിൽ അവളിപ്പോ ഉള്ളത്. ഞാൻ വീട്ടിൽ തന്നെ. ഒരുപാട് തവണ വിളിച്ചു അല്ലേ? ഇവിടെ ഒരു തിരക്കുകളിപ്പെട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. അല്ല, ചേട്ടൻ എവിടെയുള്ളത്? ഇവിടെ ഹോസ്പിറ്റൽ മെഡിക്കൽ ഷോപ്പിലുള്ള. മെഡിക്കൽ ഷോപ്പിലോ? ആരാ ഹോസ്പിറ്റലില്? അനുശ്രീ. എന്താ പറ്റി അനുവിന്? രാവിലെ നോക്കുമ്പോ നല്ല പനി, രാത്രിയിലെ ഉണ്ടായിരുന്നു. അച്ഛനടുത്തൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി, ഭേദമൊന്നുമില്ല. അപ്പോഴാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? പനി കുറവുണ്ട്. രാവിലെ അവളെ കണ്ടപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. ഒക്കെ പെട്ടെന്ന് ഭേദാവും. ചേട്ടൻ വിഷമിക്കാതിരിക്കെ. ഏത് ഹോസ്പിറ്റലാ? ഞാനിപ്പോ വരാം. ഹോസ്പിറ്റലിലേക്കൊന്നും വരണ്ട അതിരെ. 1 മണിക്കൂറിനുള്ളിൽ വീട്ടിലേക്ക് പോവാന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഞാൻ വീട്ടിലേക്ക് വരാം ചേട്ടാ. ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട് ചേട്ടന്റെ കൂടെ. അനുവിന്റെ അസുഖം ഉടനെ മാറും. ശരി, വീട്ടിലേക്ക് വന്നോ. ശരി ഏട്ടാ. അനുവിന്റെ ആരോഗ്യത്തില് എന്തൊരു ടെൻഷനാ ചേട്ടന്. അച്ഛൻ പറഞ്ഞത് നേരാ. നല്ല കുടുംബസ്നേഹമുള്ള ഒരാള് തന്നെയാ എന്റെ ഭർത്താവാൻ പോകുന്നത്. ഞാൻ ഭാഗ്യവതിയാ. കുറച്ചു കഴിഞ്ഞ് അച്ഛനെയും കൂട്ടി ചേട്ടന്റെ വീട്ടിലേക്ക് പോവാം. പാവ അനു. പതുക്കെ ഇറങ്ങും മോളെ. അയ്യോ, അനുവിനെയാണല്ലോ എല്ലാവരും ചേർന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നേ. അവക്കെന്താ പറ്റിയേ? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഹരി, അവളെ കൊണ്ട് അകത്ത് കിടത്ത് റെസ്റ്റ് എടുക്കാം. ചെല്ലുവാ ചേച്ചി. അമ്മ ഇങ്ങോട്ട് ചെല്ലും. അമ്മ കണ്ടോ? കല്യാണം നടക്കാനിരിക്കുന്ന വീട്ടില് നേരത്തെ ഒരു ആംബുലൻസ് വന്നു. ഇപ്പൊ ഓട്ടോ നിറക്കി ആരെയോ താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ആരെയാണാവോ കാലം പിടിക്കാനിരിക്കുന്നേ? അമ്മയുടെ ആ ചേച്ചിയുടെ ഭർത്താവിനെയോ അതോ അവിടുത്തെ കിഴവിയാവോ? ദേ, വെറുതെ വയസ്സിന് മൂത്തവരുടെ ശാപം വാങ്ങി വെക്കണ്ട കേട്ടോ മനുഷ്യ. നിന്നെ അത് വല്ലാതെ കഷ്ടപ്പെടുത്തും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തിനാ ഇങ്ങനെ ഒരു ദേഷ്യം? ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് പോവേണ്ടതല്ലേ. പക്ഷേ അവിടുന്ന് നിലവിളി ഒന്നും കേൾക്കുന്നില്ലല്ലോ. നീ ഒന്ന് മാറിയ. ആ വീട്ടിലേക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ എവിടെ നിക്ക്. എനിക്ക് അവിടെ പോവാൻ നിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല. നീ അങ്ങോട്ട് മാറിക്കേ. അമ്മേ, എങ്ങോട്ടാ? നമ്മുടെ ശത്രുക്കളുടെ വീട്ടിലേക്ക് പോണം നമുക്ക്. എന്തിനാ നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? അത് അനുവിന് എന്തോ വയ്യാന്ന് തോന്നുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാ. ഇപ്പൊ അവരെല്ലാം ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയും ചെയ്തു. എന്താന്ന് എനിക്ക് അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കണം. അവളുടെ ഡെഡ് ബോഡി ഒന്നും അല്ലല്ലോ കൊണ്ടുവന്നത്, ജീവനോടല്ലേ. സ്വന്തം കൂടപ്പിറപ്പിന്റെ മകളെ കുറിച്ചാ രാജേട്ടൻ ഇപ്പൊ ഇത്ര ക്രൂരമായി സംസാരിച്ചത്. ഒരു ചെറിയ കുട്ടിയെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ നാവ് പുഴുത്തു പോകും രാജേട്ടാ. എന്നെ ശപിക്കുന്നോടി? അയ്യോ അയ്യോ, എന്റെ അനിയനെ നീ ശപിക്കുന്നോ? ഒരു പെണ്ണ് അവിടെ വയ്യാണ്ട് കടന്നെന്ന് വെച്ച് ഏതാ ആ പെണ്ണ് അറിയില്ലല്ലേ? നിങ്ങളുടെ സ്വന്തം ചേട്ടന്റെ മകളാ. അത്രയല്ലേ ഉള്ളൂ. നീ പറയുന്ന കേട്ടാ തോന്നുന്നു നിന്റെ മകളാണെന്ന്. അതെ, എന്റെ മകളാ. എന്റെ സ്വന്തം ചേച്ചിയുടെ മകള് എന്റെ മകള് തന്നെയാ. അല്ലാതെ നിങ്ങളെ പോലെ മരവിച്ച മനസ്സൊന്നും അല്ല എന്റേത്. എന്നാ നിനക്കറിയാത്തത് ഞാനൊന്ന് പറഞ്ഞുതരാം. ആ ഹരിച്ചെറുക്കൻ എന്നോട് ചെയ്ത ദ്രോഹത്തിന്റെ ശിക്ഷ ദൈവം ഇപ്പൊ അവന്റെ അനിയത്തിക്കാ കൊടുത്തത്. വൈകാതെ ബാക്കിയുള്ളവർക്കും കിട്ടും. മനസ്സിലായോ? ആ പെണ്ണല്ല, അവിടെ ആരെങ്കിലും ചത്താ പോലും നീ അവിടെ പോകരുത്. വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ള മാനം കളയില്ലേ രാജേട്ടാ? എന്താ നീ പറഞ്ഞത്? പറഞ്ഞത് ഇനി വീണ്ടും ആവർത്തിക്കണോ? എന്താ നിന്റെ വിചാരം? ആ ശത്രുവിന്റെ വീട്ടിലേക്ക് നീ പോകരുതെന്നല്ലേ ഇപ്പൊ എന്റെ അനിയൻ പറഞ്ഞത്? അതനുസരിക്കാൻ വയ്യ നിനക്ക്.
ആദ്യം നിങ്ങൾ 3 പേരും മനുഷ്യത്വത്തോടെ സംസാരിക്കാൻ പഠിക്കും. അതിനുശേഷം നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിച്ചോളാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ വിലക്കിയാലും ഞാൻ അങ്ങോട്ട് പോവുക തന്നെ ചെയ്യും. നിക്കമ്മേ. മാറടി അങ്ങോട്ട്, മാറടി. എന്താ ഡാഡി നോക്കി നിൽക്കുന്നേ? ആദ്യം ഈ സ്ത്രീയെ അടക്കി നിർത്തേണ്ടത്. എന്റെ അമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീയെ. അവള് പോയി വരട്ടെ. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും ഞാൻ. ഒന്നും പേടിക്കാനില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഈ ടെൻഷൻ? ഒന്ന് സമാധാനിക്കേരി. ആതിര, അനുവിന്റെ കാര്യം ആലോചിച്ച് ഹരി ആകെ അപ്സെറ്റാ. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സംസാരിക്കാൻ. കുറച്ചു നേരമായി വന്നിട്ട്. ഉവ്. അനുവിനെ കണ്ടോ? കണ്ടു. കുറച്ചു സമയം സംസാരിക്കുകയും ചെയ്തു. രാവിലെ ആ നേരത്ത് അനുവിന്റെ കിടപ്പുണ്ട് ഞാൻ അങ്ങ് ആകെ തകർന്നുപോയി. ഹാ, ഇങ്ങനെ വിഷമിക്കാതെ ഹരിച്ചേട്ടാ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? വയ്യാതെ കിടക്കുമ്പോ അടുത്തിരുന്നൊന്ന് ശുശ്രൂഷിക്കാൻ അമ്മയില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടാവും അവൾക്ക്. ഞാനതാ ഓർത്തത്. എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അനുവിന് അതോർത്ത് എത്ര സങ്കടം ഉണ്ടായി കാണും. അത് ആലോചിച്ചപ്പോഴാ ഞാൻ ആകെ തകർന്നു പോയത്. അതല്ലേ ഹരിച്ചേട്ടാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞങ്ങളൊക്കെ ഇല്ലേന്ന്. ശരിയാ, ആതിരെ കണ്ടപ്പോ അനുവിന് കുറച്ച് ആശ്വാസമായി കാണും. ഞാൻ അവളുമായി സംസാരിച്ചു. ധൈര്യമായിട്ട് ഇരുന്നോളാന്ന് അവൾ എനിക്ക് വാക്ക് തരുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ധൈര്യവും വിശ്വാസവും ഉണ്ടാവേണ്ടത് ഹരിച്ചേട്ടനാണെന്നാ. അതുകൊണ്ട് ഇപ്പൊ വീണ്ടും പറയാ, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ ഹരിച്ചേട്ടാ, ധൈര്യമായിട്ടിരിക്കെ. ഇതുപോലൊരു അനുഭവം എനിക്കിത് ആദ്യമായിട്ടാ. ആ സന്ദർഭത്തിനൊത്ത് ഉണർന്നങ്ങ് പ്രവർത്തിച്ചു എന്നാ മുത്തശ്ശി പറഞ്ഞത്. ഹരിച്ചേട്ടൻ അവളെ എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയെന്ന്. അതെ, അപ്പൊ ദൈവം തോന്നിച്ചതാ. അത് തന്നെയാ, ദൈവം തോന്നിച്ചതുപോലെ ആ നേരത്ത് ഹരിച്ചേട്ടൻ അനുവിനൊരു അമ്മയായി. അവള് ഭാഗ്യം ചെയ്തവളാ. ഇങ്ങനെ ഒരു ചേട്ടനുണ്ടായതിൽ ഈശ്വരാനുഗ്രഹം കിട്ടിയവളാ. ആ ഒരു വശം ഇപ്പൊ ആതിര പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത്. ഞാനും ഭാഗ്യവതിയാ ഹരിച്ചേട്ടാ. ഇതുപോലെ മനസ്സിൽ നന്മ നിറഞ്ഞ ഒരാളാണല്ലോ എന്റെ ഭർത്താവാൻ പോകുന്നത്.